ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ബോട്ടിൽ ഗാർഡ് വെച്ചൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോട്ടിൽ ഗാർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്യണം. ഞാൻ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2-3 പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തെ കൂഞ്ഞൊന്ന് നീക്കം ചെയ്യണം. അങ്ങനെ കൂഞ്ഞെല്ലാം നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസായി കട്ട് ചെയ്യണം. ഇത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഞാനിവിടെ മിക്സിയിൽ അരച്ചാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച പീസസ് എല്ലാം അതിലേക്കിട്ട് തരുതരപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന ചൂടുകട്ടിയുള്ളൊരു ചീൻചട്ടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതെല്ലാം ഒന്ന് വഴന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നോക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ടൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.